നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഒന്ന് വിളിച്ച് സോറി പറയാൻ അവന് തോന്നാത്തടത്തോളം കാലം അജുവേട്ടൻ അവനെ പ്രതി ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞ ശരിയാ, അവന് എന്നെ ഒന്നും വിളിക്കാൻ പോലും തോന്നിയില്ല. അല്ലെങ്കിലും വീട്ടിലെ മൂത്തവരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും വേണ്ടി അവര് ജീവിക്കണം. എന്നാലോ അതൊന്നും കണക്കിപ്പെടുകയില്ല. അവന് വേണ്ടി അജുവേട്ടൻ ചെയ്തതൊക്കെ അജുവേട്ടന്റെ കടമയാണ്. അത് അവന്റെ അവകാശം. തിരിച്ചാ സ്നേഹവും ഉത്തരവാദിത്വവും കാണിക്കേണ്ട കാര്യം അവനില്ല എന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. ഒരു കാലം കഴിഞ്ഞാൽ മനുഷ്യർക്ക് അവരുടെ പാർട്ട്നേഴ്സ് മാത്രമേ കാണൂ. എനിക്ക് അജുവേട്ടനും അജുവേട്ടനും ഞാനും എന്നും ഉണ്ടാവും. മറ്റൊന്നും ആലോചിക്കണ്ട. എന്നെ തകർക്കാനേ എനിക്ക് ഈ മദ്യം മാത്രം മതി മോനെ. അമ്മേ. എന്താ മോളെ? അഹല്യൊന്നും കഴിച്ചിട്ടില്ല. ചിലപ്പോ അവളൊന്നും കഴിക്കാറില്ല. ഇതല്ലമ്മേ, അവക്കെന്തോ വിഷമമുള്ള പോലെ. വിഷമോ? അവക്കോ? അവക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കാനല്ലേ അറിയൂ. വിഷമിക്കാനൊക്കെ അറിയോ? അമ്മ ഇത്തിരി ഭക്ഷണമായിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ല. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, അവക്കെടുത്ത് കഴിക്കാലോ. എന്നാലും ഇന്നമ്മ അവളെ വിളിച്ചിരുത്തി വിളമ്പിക്കൊടുക്ക. ഇന്നെന്താ പുതിയ രീതികള്? എല്ലാരും എല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ലല്ലോ അമ്മേ. അമ്മ ചെല്ല്. അവളോട് ഇത്തിരി സ്നേഹം അങ്ങോട്ട് കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ചിലപ്പോ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നമ്മൾ അവളോടും അടുപ്പോ സ്നേഹവും കാണിക്കാത്തതുകൊണ്ടാണെങ്കിലോ. നീ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നോട്? അയ്യോ, ഞാനും തൊളിക്കാൻ. അല്ല, പെട്ടെന്ന് അഹല്യക്ക് ആഹാരം വിളമ്പാൻ പറയുന്നു, സ്നേഹം കാണിക്കാൻ പറയുന്നു. എന്താ നിനക്ക് പറ്റിയേ? അവളുടെ സ്വഭാവം വെച്ച് അവൾ എന്തായാലും നന്നാവാൻ പോകുന്നില്ലെന്ന് ഉറപ്പാ. പിന്നെ നീ അവളെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടമ്മേ. ചിലപ്പോ അവക്ക് ഇത്രയും കാലം ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നിയാലോ. ഞാൻ കണ്ടു തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ. ഞാൻ കണ്ടു തുടങ്ങിയിട്ട് എത്രയായുള്ളൂ. എന്നാലും അമ്മ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്ക്. അവളെ ചെന്ന് കഴിക്കാൻ വിളിക്ക. അമ്മ ചെന്ന് വിളിക്കമ്മേ. ഓഹോ, അപ്പൊ അമ്മയും മകളെ നീ ഒന്നിപ്പിച്ച് അടങ്ങുമല്ലടി. അത് നല്ലതല്ലേ? അമ്മയും മക്കളും എന്നും അടിയും വഴക്കുമായിട്ട് കഴിയുന്നതിനേക്കാളും ഭേദം അതല്ലേ? അമ്മ ചെല്ലേ. ഇന്നലെ വന്നു കയറിയതാ ഇവള്. വന്നു കയറിയപ്പോ കഴിഞ്ഞത് മുഴുവൻ മറന്നുപോയെന്ന നാടകമായി വന്നു കയറിയവൾ. നമ്മുടെ മക്കൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് എങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് എവിടെയും മറവി എന്നുള്ള നാടകം കളിക്കുന്നത്. ഇവളുടെ താളത്തിന് നിന്നിട്ട് നീ നമ്മുടെ മക്കൾക്കുള്ളത് കൂടി ഇല്ലാതാക്കരുത്. നമ്മുടെ മക്കളോ? അങ്ങനെ ഒരു തോന്നലും ബോധവും നിങ്ങൾക്കുണ്ടായിരുന്നോ? ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ തോന്നിവാസത്തിനും കൊള്ളരുതായ്മയ്ക്കും നിങ്ങൾ കൂട്ടു നിൽക്കുമായിരുന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താ നിനക്ക് വയ്യേ? എന്തേലും അസുഖമുണ്ടോ? എന്നാ വാ, ആഹാരം കഴിക്കാം. ഒരുമിച്ചിരിക്കാന്നാ റാണിമോള് പറയുന്നത്. എന്താടി? എന്താ എന്താ പറ്റിയേ? അമ്മേ, അവക്കൊന്നും പറ്റിയതല്ല. ഇത്രയും നാളും കൂടെ കൂടിയിരുന്ന ബാധ ഒഴിഞ്ഞു പോയതാ അല്ലേ അഹല്യേ? വാ, കഴിക്കാൻ പോ. റാണി ചേച്ചി പോയിക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം.
എന്റെ മോൾക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമെന്ന് പോലും അമ്മയ്ക്ക് ഇന്നാ മനസ്സിലായത്. എന്നാ ഞാൻ ചെന്ന് ഭക്ഷണം എടുത്തു വെക്കാം. ഉം? അമ്മ ഇരിക്കെ. എന്താ, നിനക്ക് എന്തേലും പറയാനുണ്ടോ? ഒന്നുമില്ല, വെറുതെ അമ്മ ഇത്തിരി നേരം എന്റെ കൂടെ ഇരിക്കണമെന്ന് തോന്നി. അമ്മയോട് ഞാൻ ഒരുപാട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പൊറുക്കാൻ പറയില്ല, പക്ഷെ വെറുക്കാതെ എങ്കിലും ഇരിക്കണം. നിനക്കിപ്പോഴെങ്കിലും ചെയ്തതെല്ലാം തെറ്റാണെന്ന് തോന്നിയല്ലോ. അമ്മയ്ക്ക് അത് മതി. ഇത്രയും കാലം അമ്മയ്ക്ക് നിന്നെ തിരുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അത് റാണിമോൾക്കായി. ഒരു തരത്തിൽ അതിന് കഴിയാതിരുന്നത് അമ്മയുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ലോകത്തൊരമ്മയ്ക്കും മക്കളെ വെറുക്കാൻ കഴിയില്ല മോളെ. അത് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേ നിനക്ക് മനസ്സിലാവും. ആ പൂജ മാഡം. അർജുൻ സാർ അവിടെ? ആഹാ, ജോർജ് കുട്ടിയോ? എന്താ ഇവിടെ കോടതിയില്ലേ ഇന്ന്? കോടതിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്താ? അമ്മേ, രാവിലെ 8 മണിക്ക് വക്കീലാഫീസ് എത്തിക്കോളാന്ന് പറഞ്ഞു പോയ ആളാ. മണി 10 കഴിഞ്ഞു. 11 മണിക്ക് കോടതി കൂടുമ്പോ കേസുള്ളതാ. അയ്യോ, അർജുൻ വന്നില്ലേ അപ്പോ? ഞാൻ കുറെ തവണ ഫോണിൽ വിളിച്ചു നോക്കി, എടുക്കാതായപ്പോഴാ ഇങ്ങോട്ട് വന്നത്. അവൻ എന്തേ മോളെ? മുറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങേ? സാധാരണ 9 മണിക്ക് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റിന് വരാറുള്ളതാ. ചില ദിവസം നേരത്തെ കഴിക്കാതെ പോവുകയും ചെയ്യും. ഇന്ന് അങ്ങനെ പോയി കാണുന്ന ഞാൻ കരുതിയത്. സാർ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ആളല്ലല്ലോ. കേസുള്ളതിന്റെ തലേന്ന് എന്നെ വരെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ആളാ. രാവിലെ വരെ കേസ് ഫയൽ നോക്കിയിരുന്നാണ് അല്ലേ? അല്ല, അത് ഇന്നലെ അജുവിന് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. ഗുളിക കഴിച്ചിട്ടാ കിടന്നെ. അഖിലിന്റെ കാര്യം പറഞ്ഞ് രാത്രി മുഴുവൻ സങ്കടപ്പെട്ടിരിക്കായിരുന്നു. അപ്പൊ കേസ് പഠിച്ചില്ലേ? ഫയല് നോക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. അസലായി, വളരെ ഇമ്പോർട്ടന്റ് ആയ കേസാ. മോള് ചെന്ന് അവനെ പറഞ്ഞേക്കാൻ നോക്ക്. ഞാനിവിടെ വരാം. കിടക്കുന്ന കിടപ്പ് കണ്ട അജുട്ടാ, അജുട്ടാ, സാറേ, അജുട്ടാ, സാറേ, എനിക്ക് അജുട്ടാ, എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് മുഖത്തൊഴിക്കും മാഡം. എണീറ്റേ അജുട്ടാ, അജുട്ടാ, എനിക്ക് അജുട്ടാ, നോക്ക്. ഏയ് വേണ്ട, എനിക്ക് നോക്കാം. എങ്ങനെയെങ്കിലും ഉണർത്തിയേ പറ്റൂ മാഡം. അയ്യോ, മതി സാറേ ഉറങ്ങിയത്. മണി 10 കഴിഞ്ഞു. സാറെന്താ ഈ സമയത്ത് ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് ഞാനാ ചോദിക്കേണ്ടത്. സാറേ, ഇന്ന് ആ ബിൽഡേഴ്സിന്റെ കേസ് മനസ്സിലായില്ലേ? നില കൺസ്ട്രക്ഷൻസിന്റെ കേസ്. അയ്യോ, അതിന്നാണോ? മണി ഇപ്പൊ തന്നെ 10 കഴിഞ്ഞു.